ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് പി വി അൻവറിനെ. ബൽറാം തൊടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, തൃണമൂലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു, വിവരങ്ങൾ ബൽറാം. ഉന്മേഷ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം എന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അൻവറിന് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള വിജയാശംസകളും ഈ കുറിപ്പിൽ നേർന്നിട്ടുണ്ട്. ദിവസങ്ങളായി ഈ പി വി അൻവർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തൃണമൂൽ നേതൃത്വവുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായി വിദേശ സന്ദർശനം നടത്തുന്ന അഭിഷേക് ബാനർജിയുമായി കൂടിയാലോചിച്ച ശേഷമാണ് അൻവർ മത്സരിക്കുന്ന കാര്യത്തിൽ തൃണമൂൽ നേതൃത്വം അന്തിമ തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡെറിക് ഒബ്രെയിൻ അടക്കമുള്ള തൃണമൂൽ നേതാക്കൾ അഭിഷേക് ബാനർജിയുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. തുടർന്നാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ പി വി അൻവർ മത്സരിക്കുക എന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് തീരുമാനമെടുക്കുകയും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ബൽറാം തൊടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, അപ്പോൾ അൻവർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. ചതുഷ്കോണ പോരാണ്. ഈ മലയോര മേഖലയാണ്. അവിടെ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാകുന്ന ഒരു സമയത്താണ് സർക്കാർ അടുത്തിടെ എടുത്ത തീരുമാനങ്ങൾ. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രചാരണം ആരംഭിക്കുന്നിടയ്ക്കാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച വിവാദം ഉണ്ടാകുന്നത്. CPM BJP ധാരണ എന്നുള്ള UDFന്റെ ആരോപണം മറുഭാഗത്തുണ്ടാകുന്നത്. ഇതൊക്കെ എങ്ങനെ ഈ മണ്ഡലത്തിലെ വോട്ടേഴ്സിനെ സ്വാധീനിക്കും വിപിൻ? മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ സജീവമായ ചർച്ചകളെല്ലാം തന്നെ ചൂടുപിടിച്ചിട്ടുണ്ട്. പിണറായി സത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ രാജിവെക്കുന്നതും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അദ്ദേഹം UDFന്റെ ഭാഗമാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു സജീവമായി നടന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നിട്ടുള്ള ഒരു മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ UDFുമായി ഒരു സമവായത്തിലെത്താൻ കഴിയാതിരിക്കുകയും ഇപ്പോൾ പി വി അൻവർ കൂടി രംഗത്തേക്ക് എത്തുകയുമാണ്. ഇതോടുകൂടി നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി മറിയുകയാണ്. കാരണം ഇനിയിപ്പോൾ പി വി അൻവറിന്റെ വോട്ട് ബാങ്ക്, പി വി അൻവറിന്റെ ശക്തി, അത് ഏത് മുന്നണിയായിരിക്കും ബാധിക്കുക തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ കൂടി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും UDFന്റെ മലയോര ജനതയുടെ ഒക്കെ വോട്ട് പി വി അൻവറിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇവരെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. കാരണം 3 പേരെ മാത്രമായിരുന്നു അദ്ദേഹം എതിർത്ത് അതിൽ ഫോക്കസ് ചെയ്തത്. ഒന്ന്, ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് വോട്ട് ലഭിക്കാതിരിക്കാനുള്ള കാരണമായി പഴയതെല്ലാം തന്നെ എടുത്ത് അദ്ദേഹം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സിനിമകളെ സംബന്ധിച്ച്, പാണക്കാട് കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്, മുസ്ലിം സംഘടനകൾക്കുള്ള എതിർപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. M സ്വരാജിനെതിരെയും അദ്ദേഹം ഇന്ന് സംസാരിച്ചു. അത് ശബരിമല വിഷയത്തിലെടുത്ത നിലപാട്, ഇപ്പോൾ ഈ പെഹൽഗാം അക്രമ സമയത്ത് എടുത്ത നിലപാട് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുമായിരുന്നു. ഓരോ ആളുകളുടെയും വോട്ട് ബാങ്ക് ഏത് രീതിയിലാണോ അതിലൊക്കെ തന്നെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അപ്പോൾ ഇനി പി വി അൻവറിനെ കൂടി എതിർക്കണം എന്നുള്ളതാണ് LDFനെയും UDFനെയും സംബന്ധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ദിവസം, ഒരു ചെറിയ മണിക്കൂറുകൾക്ക് പോലും മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രചാരണ ചൂടിലേക്ക് നിലമ്പൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ തന്നെ 2 റോഡ് ഷോകളാണ് LDFന്റെ ക്യാമ്പ് നടത്തിയത്. ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ നാളത്തെ ഓരോ റോഡ് ഷോകളായിട്ട് തന്നെ ആയിരിക്കും ഇവരുടെയൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. BJP കളത്തിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചു കൊടുത്തുന്ന ഇന്ന് ഇപ്പോൾ BJP അപ്രതീക്ഷിതമായൊരു മലയോര ജനതയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തന്നെയുള്ളൊരു സ്ഥാനാർത്ഥി കൂടി എത്തുകയാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടം സജീവമാകുമെന്നുള്ളതിൽ തെല്ലും ഒരു സംശയവും ഇല്ല. ഒപ്പം കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും ആ പ്രചാരണത്തിന്റെ വിഷയങ്ങൾ, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതൊക്കെ തന്നെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ മൊത്തം രാഷ്ട്രീയ ഭൂമി അത് നിലമ്പൂരിലേക്ക് ചുരുങ്ങുമെന്ന് നിസ്സംശയം പറയാം. ശരി വിപിൻ. ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, ആദ്യം NDAയിൽ നിന്ന് BDJS മത്സരിക്കുമെന്ന് പറഞ്ഞു, പിന്നീട് അത് BJP എന്ന നിലയ്ക്കായി. പക്ഷേ സ്ഥാനാർത്ഥി വരുമ്പോൾ കേരള കോൺഗ്രസിൽ നിന്നുള്ള വ്യക്തി BJPയുടെ സ്ഥാനാർത്ഥിയായി മാറാൻ പോകുന്നു. പാർട്ടി അംഗത്വം നൽകാനിരിക്കുന്നതേ ഉള്ളൂ. അത് എപ്പോഴുണ്ടാകും? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ്? അങ്ങനെ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ BJPക്ക് സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത്. കാരണം BJP ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഏറ്റവും ഒടുവിൽ BJPയുടെ താമര ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. അതും BJPക്ക് പുറത്തു നിന്നുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നാണ് ഈ സ്ഥാനാർത്ഥി വരുന്നത്. അത് സ്ഥാനാർത്ഥിയെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയെ ഈ കോൺഗ്രസ്സുകാർ തള്ളി
പറഞ്ഞെങ്കിൽ പോലും മോഹനൻ, അതായത് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആ വിഷയത്തിൽ ഒരു പുനർചിന്തനം നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് 4 മണിക്ക് BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്, അതായത് BJP അംഗത്വം നൽകും എന്നുള്ളതാണ്. തുടർന്ന് നാളെ വലിയ ബഹുജന ഒരു റാലി തന്നെ BJP ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇന്ന് 3 മണി അല്ലെങ്കിൽ 3:30 സമയത്ത് ഇത്തരത്തിലെ ഒരു പ്രകടനമായി ഈ സ്ഥാനാർത്ഥിയെ നഗരത്തിലൂടെ ചുറ്റിച്ച് പിന്നീട് ഈ മെമ്പർഷിപ്പ് കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിപാടിയൊക്കെ നടക്കുന്നത് കൊണ്ട് വലിയ ഗതാഗത കുരുക്കും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അത് താൽക്കാലികമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ 4 മണിക്ക് എന്തായാലും മെമ്പർഷിപ്പ് ഇന്ന് നൽകും. ശരി, സഹദ്രകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന്.